ഉജ്ജയിൻ നഗരം, മഹാകാർ കോയിൽ, പിന്നെ ഷിപ്ല നദിക്ക് വളരെ പ്രസിദ്ധമായതാണ്. ഗംഗാ നദിയെ പോലെ ഷിപ്ന നദിയെയും ഒരു മോക്ഷം ലഭിക്കുന്ന നദിയായി പറയും. ഈ നദിയിൽ ധർമ്മത്തിന്റെയും മോക്ഷത്തിന്റെയും മുഖ്യത്വമുണ്ട്. ഈ കാരണം കൊണ്ട് ഇപ്രാവശ്യം ഉജ്ജയിനിലെ ശത്രുക്കൾ ഷിപ്ല നദിക്കെതിരെ പടയെടുത്തു. എന്നിട്ട് തീയിട്ട് കത്തിച്ചു. അതായത് ഷിപ്ല നദിയിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിച്ചു. ഈ തീ കത്തിയ കാര്യം നാടാകെ പരന്നു പിടിച്ചു. നഗരം മുഴുവൻ ജനങ്ങൾ ആകെ കുഴപ്പത്തിലായി. വെള്ളത്തിൽ കത്തിയ തീ വെള്ളം കൊണ്ട് അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ തീ അണഞ്ഞതേയില്ല. കാൽജയ്ക്കും ഈ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞയച്ചു. പിന്നെ മഹാരാജ് തേജ് പ്രതാപ് തന്റെ മന്ത്രികളോടൊപ്പം ഷിപ്ല നദിയുടെ കരയിലേക്ക് എത്തി. കാലജയ്, ഏതുതരം ദൃശ്യമാണിത്? വെള്ളമാണ് തീ അണയ്ക്കേണ്ടത്, എന്നാൽ ആ വെള്ളത്തിൽ തീ കത്തുന്നു. അതെ മഹാരാജ, ആ അത്ഭുതത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് എങ്ങനെയാണ് ഈ അത്ഭുതമാകുന്നത്? ഇതുകൊണ്ട് പ്രജകൾക്ക് നഷ്ടമല്ലേ ഉണ്ടാകുക? എന്നാൽ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹിതനോ എതിരിയോ ആയിരിക്കാം. എനിക്ക് ഈ തീയിൽ ഏതോ ചതി മനസ്സിലാകുന്നു. നിങ്ങളുടെ സംശയവും ചോദ്യവും വളരെ ഉചിതമാണ്. എന്നാൽ ഈ സമയത്ത് ആ തീ അണയ്ക്കാനുള്ള വഴി നോക്കണം. മഹാരാജ, എല്ലാ വഴികളും നിങ്ങൾ നോക്കി തോറ്റുപോയി. എന്നാൽ ഈ ഉജ്ജ്വലമായ തീ അണയുന്നില്ലെന്നേ. ഇക്കാര്യത്തിൽ നിങ്ങൾ ജയിക്കാൻ പറ്റില്ല. എന്നാലും എന്തെങ്കിലും പരിശ്രമം ചെയ്തേ പറ്റുള്ളൂ. കാൽജയ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ തീ നിങ്ങളെ കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റുള്ളൂ. അതേ കാൽജയ്, ഈ തീ പെട്ടെന്ന് അണഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ മുക്കുവന്മാരെല്ലാം ഭക്ഷണമില്ലാതെ മരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട മഹാരാജ, പെട്ടെന്ന് തന്നെ ഇതിനുള്ളൊരു വഴി ഉണ്ടാക്കാം. അമ്മാവാ, ഈ തീ എപ്പോഴാ അണയാ? പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ എപ്പോഴാ പോവാ? മോനെ, ഈ തീ എപ്പോഴാ അണയാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ തീ കാരണം നമ്മുടെ കച്ചവടമൊക്കെ മുടങ്ങിപ്പോയില്ലേ മോനെ? അതെ ചേട്ടാ, ഈ മീൻ പിടിക്കുന്ന നമ്മളൊക്കെ ഈച്ച അടിച്ചോണ്ടിരിക്കുക. എന്ത് കഷ്ടപ്പെടുത്തുന്ന കാര്യം ഇത്. ആ ദൈവം ഒന്ന് മനസ്സ് വെച്ച ഈ കഷ്ടതയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? എന്താ ചേട്ടാ? മഹാരാജാവ് ഈ തീ അണയ്ക്കുന്ന കാര്യം കാൽജയിന്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഈ അഗ്നി നദി ഒരിക്കൽ അണയ്ക്കാൻ പറ്റില്ലെന്ന്? ഇത് എങ്ങനെ ആവട്ടെ ചേട്ടാ, ഈ തീ അണയ്ക്കുന്നത് കാൽജയ് തന്നെയല്ലേ? ഈ നദിയിൽ കത്തിപ്പിടിച്ച തീ ഈ നാടിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലേ? മീൻ പിടിക്കുന്നത് മാത്രമല്ല, കർഷകന്റെ കൃഷിയും നശിച്ചു പോയില്ലേ? എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം, ഈ നെരുപ്പ് നദി പെട്ടെന്ന് തന്നെ അണയണമെന്ന്. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കാൽജി ഒരു മന്ത്രവാദിയാണ്. അദ്ദേഹം സയന്റിസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് നദിയിലെ ആ തീ അണയ്ക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചില്ല. തീ ദിവസം തോറും പടർന്നു പിടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിഷമം അധികരിച്ചുകൊണ്ടേ പോയി. മഹാരാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും എന്തു ചെയ്യാനെന്നറിയാതെ കത്തുന്ന ആ തീ കണ്ടുകൊണ്ടേ നിന്നു. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ട ആഹാരം, അവരുടെ ആവശ്യങ്ങളൊക്കെ രാജാവ് തന്നെ നോക്കി. കാലജയ് തന്റെ മാന്ത്രിക കുതിരയിൽ നദിയെ നോക്കി വന്നു. അഗ്നി നദിയെ ഞാൻ ഇതെല്ലാം കഥയിൽ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. കാൽജയ്, ഇങ്ങനൊരു കാഴ്ച ദൈവം ആരെയും കാണിക്കരുത്. ഈ അഗ്നിയുടെ ചൂട് കൊണ്ട് വെള്ളത്തിലുള്ള ജീവജാലങ്ങൾക്ക് എന്തെല്ലാം കേടാണ് സംഭവിക്കുന്നത്. സങ്കടങ്ങളൊക്കെ ഇതുപോലെ ചില നേരങ്ങളിൽ വരും. നേരം വരുമ്പോൾ അതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ഈ സങ്കടം മാത്രം ഒഴിഞ്ഞു പോകുന്നൊരു കോളില്ല. കാൽജയ്, ഇങ്ങനെ ചില ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചുകൂടെ? ഞാൻ ഗുരുനാഥന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഗുരുനാഥൻ എന്താ പറഞ്ഞേ? ഗുരുനാഥൻ എന്നോട് വളരെ വിശ്വാസമുള്ള ആളാണ്. മഹാരാജന് വരെ നിങ്ങളുടെ അടുത്ത് വിശ്വാസമുണ്ട്. അതെ, ഞാൻ പ്രജ, അദ്ദേഹം രാജ. രണ്ടുപേരുടെ വിശ്വാസം രക്ഷപ്പെടുത്തണം. അതെങ്ങനെ സാധിക്കാനാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. ഇതാ ഷിപ്ല നദി പറയും. ഷിപ്ല നദി, അതായത് ഏത് നദിയിലാണോ തീ കത്തിപ്പിടിച്ചത് അവിടെ ചെല്ലാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. പക്ഷേ കാലജയ് തന്റെ ധൈര്യം കൊണ്ടും സാഹസത കൊണ്ടും നദിക്കരയിനടുത്തേക്ക് പോയി തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാം കാണാനായി ശ്രമിച്ചു. പക്ഷെ അത് ആരുടെ കണ്ണിലും പെട്ടില്ല. മഹാരാജാവ് കാലജയുടെ ഈ മാന്ത്രിക ശക്തി കണ്ടിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രികളോടൊപ്പം ഷിപ്ല നദിക്കരയിനടുത്തേക്ക് പോയി. കാൽജയ്, നിങ്ങളാണ് പറഞ്ഞത് ഈ വെള്ളത്തിൽ അഗ്നി ഉണ്ടാക്കുന്ന എതിരികളെ പിടിച്ചെന്ന്. അവരെവിടെയാ ഉള്ളത്? മഹാരാജാവേ, അങ്ങയുടെ മുന്നിൽ തന്നെ ഉണ്ട്. കാൽജയ്, ദാ നിൽക്കുന്നു വെള്ളത്തിൽ അഗ്നി ഉണ്ടാക്കുന്ന രാക്ഷസന്മാർ. ഇവര് നിങ്ങളുടെ നാടിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. മഹാരാജ, താങ്കൾ പറയൂ, ഈ രണ്ട് രാക്ഷസന്മാർക്കും എന്ത് ശിക്ഷ കൊടുക്കാമെന്ന്? ഇതിനുള്ള തീരുമാനം നമ്മുടെ ദർബാറിൽ വെച്ച് തീരുമാനിക്കാം. കാൽജയ്,
ഈ രാക്ഷസന്മാരുടെ ഉദ്ദേശങ്ങൾ എന്താണ്? ഇവരെ അഗ്നി വെള്ളത്തിൽ പരത്തി എന്താ നേടാൻ പോകുന്നേ? മഹാരാജാവേ, ഈ രാക്ഷസന്മാർ എന്തിനാ ഈ പണി ചെയ്തതെന്നറിയില്ല. ആര് പറഞ്ഞാണ് ചെയ്തതെന്ന് അവർ വായിക്കൊണ്ട് തന്നെ പറയട്ടെ. മഹാരാജാ, ഈ ഷിപ്ല നദിയിലെ ഒരുപാട് മീനുകളുണ്ട്. ആ മീനുകളെ പിടിച്ച് നിങ്ങളുടെ നാട്ടിലെ മുക്കവന്മാർ ഒരുപാട് പണം ഉണ്ടാക്കുന്നു. വെള്ളത്തിൽ തീ വെച്ചാൽ ഈ നദിയിലുള്ള മീനുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും. ഇപ്പോ അവിടെയുള്ള മുക്കവന്മാർ പണം സമ്പാദിക്കാൻ തുടങ്ങി. വെള്ളത്തിൽ തീ കത്തുന്നത് കൊണ്ട് നിങ്ങളുടെ കർഷകർക്ക് ആ നിലത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെയുള്ള കർഷകരും നശിച്ചു പോകാൻ തുടങ്ങി. ഈ ഉജ്ജയിനിയുടെ നാശം കണ്ട് ഞങ്ങളുടെ രാജ്യം വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ദ്രോഹം ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരെ ഈ ദ്രോഹം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങളുടെ മഹാരാജാവ് തന്നെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുടെ മഹാരാജാവ് നിങ്ങളുടെ മഹാരാജാവിനെ ശരിയാക്കി കളയും. കാൽജയ്, നിങ്ങൾ നിങ്ങളുടെ മായാദേവന്റെ അടുത്ത് പറയൂ, ഇവരെ രാജകൊട്ടാരത്തിൽ വിളിച്ചോണ്ട് പോകട്ടെ. ഇവർക്ക് ശിക്ഷ അവർ കൊടുക്കട്ടെ. ഉത്തരവ് പറയുന്ന സേനാധിപതി. മഹാരാജാവേ, എനിക്കുള്ള സമ്മാനം, നിങ്ങൾക്കുള്ള സമ്മാനം ദർബാറിൽ കിട്ടുന്നതാണ്. മഹാരാജ, എനിക്കുള്ള സമ്മാനം? പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? കാട്ടിലുള്ള പുല്ലാണോ, മനസ്സിൽ ഇടം വേണോ? കുതിരയായിരിക്കുന്ന ഞാൻ ഒരു മനുഷ്യനായി മാറിയ കൊള്ളാവുന്നുണ്ട്. അതാണ് എന്റെ വലിയ ആഗ്രഹം. കാലജയ്, അഗ്നിനദി പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി. പക്ഷേ കോപാഗ്നി എന്റെ മനസ്സിൽ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ അയൽനാട്ടു രാജാവിന് വേണ്ടി ഈ കുറ്റത്തിനുള്ള ശിക്ഷ തീർച്ചയായും കൊടുക്കാൻ പോവുകയാണ്. വേണ്ട മഹാരാജാവ്, അസൂയയും ദേഷ്യവും മനുഷ്യവംശത്തിന്റെ ശത്രുക്കളാണ്. അവർ ഈ തിന്മകളെ ജയിച്ചാൽ അവരെല്ലാത്തിലും ജയിച്ചു കളയും. അങ്ങനെയുള്ള വിജയികളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. മഹാരാജാവേ, കാലജയ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ കാലജയ് പറയുന്നത് ഞാനും വിശ്വസിക്കാം. ഉജ്ജയിൻ നഗരം, മഹാകാർ കോയിൽ, പിന്നെ ഷിപ്ല നദിക്ക് വളരെ പ്രസിദ്ധമായതാണ്. ഗംഗാ നദിയെ പോലെ ഷിപ്ന നദിയെയും ഒരു മോക്ഷം ലഭിക്കുന്ന നദിയായി പറയും. ഈ നദിയിൽ ധർമ്മത്തിന്റെയും മോക്ഷത്തിന്റെയും മുഖ്യത്വമുണ്ട്. ഈ കാരണം കൊണ്ട് ഇപ്രാവശ്യം ഉജ്ജയിനിലെ ശത്രുക്കൾ ഷിപ്ല നദിക്കെതിരെ പടയെടുത്തു. എന്നിട്ട് തീയിട്ട് കത്തിച്ചു. അതായത് ഷിപ്ല നദിയിൽ പെട്ടെന്ന് തീ കത്തിപ്പിടിച്ചു. ഈ തീ കത്തിയ കാര്യം നാടാകെ പരന്നു പിടിച്ചു. നഗരം മുഴുവൻ ജനങ്ങൾ ആകെ കുഴപ്പത്തിലായി. വെള്ളത്തിൽ കത്തിയ തീ വെള്ളം കൊണ്ട് അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ ആ തീ അണഞ്ഞതേയില്ല. കാൽജയ്ക്കും ഈ സംഭവത്തിനെ കുറിച്ച് പറഞ്ഞയച്ചു. പിന്നെ മഹാരാജ് തേജ് പ്രതാപ് തന്റെ മന്ത്രികളോടൊപ്പം ഷിപ്ല നദിയുടെ കരയിലേക്ക് എത്തി. കാലജയ്, ഏതുതരം ദൃശ്യമാണിത്? വെള്ളമാണ് തീ അണയ്ക്കേണ്ടത്, എന്നാൽ ആ വെള്ളത്തിൽ തീ കത്തുന്നു. അതെ മഹാരാജ, ആ അത്ഭുതത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് എങ്ങനെയാണ് ഈ അത്ഭുതമാകുന്നത്? ഇതുകൊണ്ട് പ്രജകൾക്ക് നഷ്ടമല്ലേ ഉണ്ടാകുക? എന്നാൽ ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? നമ്മുടെ രാജ്യത്തിന്റെ സ്നേഹിതനോ എതിരിയോ ആയിരിക്കാം. എനിക്ക് ഈ തീയിൽ ഏതോ ചതി മനസ്സിലാകുന്നു. നിങ്ങളുടെ സംശയവും ചോദ്യവും വളരെ ഉചിതമാണ്. എന്നാൽ ഈ സമയത്ത് ആ തീ അണയ്ക്കാനുള്ള വഴി നോക്കണം. മഹാരാജ, എല്ലാ വഴികളും നിങ്ങൾ നോക്കി തോറ്റുപോയി. എന്നാൽ ഈ ഉജ്ജ്വലമായ തീ അണയുന്നില്ലെന്നേ. ഇക്കാര്യത്തിൽ നിങ്ങൾ ജയിക്കാൻ പറ്റില്ല. എന്നാലും എന്തെങ്കിലും പരിശ്രമം ചെയ്തേ പറ്റുള്ളൂ. കാൽജയ്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ തീ നിങ്ങളെ കൊണ്ട് മാത്രമേ അണയ്ക്കാൻ പറ്റുള്ളൂ. അതേ കാൽജയ്, ഈ തീ പെട്ടെന്ന് അണഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിലെ മുക്കന്മാരെല്ലാം ഭക്ഷണമില്ലാതെ മരിക്കും. നിങ്ങൾ വിഷമിക്കണ്ട മഹാരാജ, പെട്ടെന്ന് തന്നെ ഇതിനുള്ളൊരു വഴി ഉണ്ടാക്കാം. അമ്മാവാ, ഈ തീ എപ്പോഴാ അണയാ? പിന്നെ നമ്മൾ മീൻ പിടിക്കാൻ എപ്പോഴാ പോവാ? മോനെ, ഈ തീ എപ്പോഴാ അണയാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ തീ കാരണം നമ്മുടെ കച്ചവടമൊക്കെ മുടങ്ങിപ്പോയില്ലേ മോനെ? അതെ ചേട്ടാ, ഈ മീൻ പിടിക്കുന്ന നമ്മളൊക്കെ ഈച്ച അടിച്ചോണ്ടിരിക്കുക. എന്ത് കഷ്ടപ്പെടുത്തുന്ന കാര്യത്. ആ ദൈവം ഒന്ന് മനസ്സ് വെച്ച ഈ കഷ്ടതയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ലേ? എന്താ ചേട്ടാ, മഹാരാജാവ് ഈ തീ അണയ്ക്കുന്ന കാര്യം കാൽജയിന്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുക. ഇതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഈ അഗ്നിനദി ഒരിക്കലും അണയ്ക്കാൻ പറ്റില്ലെന്ന്? എങ്ങനെ ആവട്ടെ ചേട്ടാ, ഈ തീ അണയ്ക്കുന്നത് കാൽജയ് തന്നെയല്ലേ? ഈ നദിയിൽ കത്തിപ്പിടിച്ച തീ ഈ നാടിനെ തന്നെ നശിപ്പിച്ച് കളഞ്ഞില്ലേ? മീൻ പിടിക്കുന്നത് മാത്രമല്ല, കർഷകന്റെ കൃഷിയും നശിച്ചു പോയില്ലേ? എല്ലാവരും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം, ഈ നെരുപ്പ് നദി പെട്ടെന്ന് തന്നെ അണയണമെന്ന്. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന ചെവികൊള്ളണമേ. കാൽജി ഒരു മന്ത്രവാദിയാണ്. അദ്ദേഹം സയന്റിസ്റ്റ് ഒന്നുമല്ല. അതുകൊണ്ട് നദിയിലെ ആ തീ അണയ്ക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചില്ല. തീ ദിവസം തോറും പടർന്നു പിടിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളുടെ വിഷമം അധികരിച്ചുകൊണ്ടേ പോയി.
മഹാരാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും എന്തു ചെയ്യാനെന്നറിയാതെ കത്തുന്ന ആ തീ കണ്ടുകൊണ്ടേ നിന്നു. അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ജനങ്ങൾക്ക് വേണ്ട ആഹാരം, അവരുടെ ആവശ്യങ്ങളൊക്കെ രാജാവ് തന്നെ നോക്കി. കാലജയ് തന്റെ മാന്ത്രിക കുതിരയിൽ നദിയെ നോക്കി വന്നു. അഗ്നി നദിയെ, ഞാൻ ഇതെല്ലാം കഥയിൽ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. കാൽജയ്, ഇങ്ങനെ ഒരു കാഴ്ച ദൈവം ആരെയും കാണിക്കരുത്. ഈ അഗ്നിയുടെ ചൂട് കൊണ്ട് വെള്ളത്തിലുള്ള ജീവജാലങ്ങൾക്ക് എന്തെല്ലാം കേടാണ് സംഭവിക്കുന്നത്. സങ്കടങ്ങളൊക്കെ ഇതുപോലെ ചില നേരങ്ങളിൽ വരും. നേരം വരുമ്പോൾ അതെല്ലാം ഒഴിഞ്ഞു പോകും. എന്നാൽ ഈ സങ്കടം മാത്രം ഒഴിഞ്ഞു പോകുന്നൊരു കോളില്ല. കാജയ്, ഇങ്ങനെ ചില ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥന്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചുകൂടെ? ഞാൻ ഗുരുനാഥന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഗുരുനാഥൻ എന്താ പറഞ്ഞേ? ഗുരുനാഥൻ എന്നോട് വളരെ വിശ്വാസമുള്ള ആളാണ്. മഹാരാജന് വരെ നിങ്ങളുടെ അടുത്ത് വിശ്വാസമുണ്ട്. അതെ, ഞാൻ പ്രജ, അദ്ദേഹം രാജ. രണ്ടുപേരുടെ വിശ്വാസം രക്ഷപ്പെടുത്തണം. അതെങ്ങനെ സാധിക്കാനാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. ഇതാ ഷിപ്ല നദി പറയും. ഷിപ്ല നദി, അതായത് ഏത് നദിയിലാണോ തീ കത്തിപ്പിടിച്ചത് അവിടെ ചെല്ലാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. പക്ഷേ കാലജയ് തന്റെ ധൈര്യം കൊണ്ടും സാഹസത കൊണ്ടും നദിക്കരയിനടുത്തേക്ക് പോയി. തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാം കാണാനായി ശ്രമിച്ചു. പക്ഷെ അത് ആരുടെ കണ്ണിലും പെട്ടില്ല. മഹാരാജാവ് കാലജയുടെ ഈ മാന്ത്രിക ശക്തി കണ്ടിട്ട് തന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രികളോടൊപ്പം ഷിപ്ല നദിക്കരയിനടുത്തേക്ക് പോയി. കാൽജയ്, നിങ്ങളാണ് പറഞ്ഞത് ഈ വെള്ളത്തിൽ അഗ്നി ഉണ്ടാക്കുന്ന എതിരികളെ പിടിച്ചെന്ന്. അവരെവിടെയാ ഉള്ളത്? മഹാരാജാവേ, അങ്ങയുടെ മുന്നിൽ തന്നെ ഉണ്ട്. കാൽജയ്, ദാ നിൽക്കുന്നു വെള്ളത്തിൽ അഗ്നി ഉണ്ടാക്കുന്ന രാക്ഷസന്മാർ. ഇവര് നിങ്ങളുടെ നാടിന്റെ അടുത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. മഹാരാജ, താങ്കൾ പറയൂ, ഈ രണ്ട് രാക്ഷസന്മാർക്കും എന്ത് ശിക്ഷ കൊടുക്കാമെന്ന്? ഇതിനുള്ള തീരുമാനം നമ്മുടെ ദർബാറിൽ വെച്ച് തീരുമാനിക്കാം. കാൽജയ്, ഈ രാക്ഷസന്മാരുടെ ഉദ്ദേശങ്ങൾ എന്താണ്? ഇവരെ അഗ്നി വെള്ളത്തിൽ പരത്തി എന്താ നേടാൻ പോകുന്നേ? മഹാരാജാവേ, ഈ രാക്ഷസന്മാർ എന്തിനാ ഈ പണി ചെയ്തതെന്നറിയില്ല. ആര് പറഞ്ഞാണ് ചെയ്തതെന്ന് അവർ വായിക്കൊണ്ട് തന്നെ പറയട്ടെ. മഹാരാജാ, ഈ ഷിപ്ല നദിയിലെ ഒരുപാട് മീനുകളുണ്ട്. ആ മീനുകളെ പിടിച്ച് നിങ്ങളുടെ നാട്ടിലെ മുക്കവന്മാർ ഒരുപാട് പണം ഉണ്ടാക്കുന്നു. വെള്ളത്തിൽ തീ വെച്ചാൽ ഈ നദിയിലുള്ള മീനുകളൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരും. ഇപ്പോ അവിടെയുള്ള മുക്കവന്മാർ പണം സമ്പാദിക്കാൻ തുടങ്ങി. വെള്ളത്തിൽ തീ കത്തുന്നത് കൊണ്ട് നിങ്ങളുടെ കർഷകർക്ക് ആ നിലത്തിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇവിടെയുള്ള കർഷകരും നശിച്ചു പോകാൻ തുടങ്ങി. ഈ ഉജ്ജയിനിയുടെ നാശം കണ്ട് ഞങ്ങളുടെ രാജ്യം വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഈ ദ്രോഹം ചെയ്തത്. ഞങ്ങളെ രണ്ടുപേരെ ഈ ദ്രോഹം ചെയ്യാൻ പറഞ്ഞത് ഞങ്ങളുടെ മഹാരാജാവ് തന്നെ പറഞ്ഞു വിട്ടത്. നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങളുടെ മഹാരാജാവ് നിങ്ങളുടെ മഹാരാജാവിനെ ശരിയാക്കി കളയും. കാൽജയ്, നിങ്ങൾ നിങ്ങളുടെ മായാദേവന്റെ അടുത്ത് പറയൂ, ഇവരെ രാജകൊട്ടാരത്തിൽ വിളിച്ചോണ്ട് പോകട്ടെ. ഇവർക്ക് ശിക്ഷ അവർ കൊടുക്കട്ടെ. ഉത്തരവ് പറയുന്ന സേനാധിപതി. മഹാരാജാവേ, എനിക്കുള്ള സമ്മാനം, നിങ്ങൾക്കുള്ള സമ്മാനം ദർബാറിൽ കിട്ടുന്നതാണ്. മഹാരാജ, എനിക്കുള്ള സമ്മാനം? പറയൂ, നിനക്ക് എന്താണ് വേണ്ടത്? കാട്ടിലുള്ള പുല്ലാണോ, മനസ്സിൽ ഇടം വേണോ? കുതിരയായിരിക്കുന്ന ഞാൻ ഒരു മനുഷ്യനായി മാറിയ കൊള്ളാവുന്നുണ്ട്. അതാണ് എന്റെ വലിയ ആഗ്രഹം. കാലജയ്, അഗ്നി നദി പെട്ടെന്ന് തന്നെ അണഞ്ഞുപോയി. പക്ഷേ കോപാഗ്നി എന്റെ മനസ്സിൽ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ അയൽനാട്ടു രാജാവിന് വേണ്ടി ഈ കുറ്റത്തിനുള്ള ശിക്ഷ തീർച്ചയായും കൊടുക്കാൻ പോവുകയാണ്. വേണ്ട മഹാരാജാവ്, അസൂയയും ദേഷ്യവും മനുഷ്യവംശത്തിന്റെ ശത്രുക്കളാണ്. അവർ ഈ തിന്മകളെ ജയിച്ചാൽ അവരെല്ലാത്തിലും ജയിച്ചു കളയും. അങ്ങനെയുള്ള വിജയികളാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത്. മഹാരാജാവേ, കാലജയ് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ കാലജയ് പറയുന്നത് ഞാനും വിശ്വസിക്കാം.